ഹായ് ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഒരു ഹിഡനായിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. അതിനായി ഈ രണ്ട് മാപ്പ് എടുക്കുക. അതിനുശേഷം ലോഡാകാൻ വേണ്ടി കാത്തിരിക്കുക. ഇതാ അധികം കൂട്ടുകാർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ 2025 തന്നെ കളിച്ച് തുടങ്ങുന്ന കുറേ കൂട്ടുകാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയാണ്. നമ്മളൊന്നുമില്ല, വളവിൽ നിന്ന് തെറ്റാനൊന്നുമില്ല. ഈ GPS നോക്കി തന്നെ പോകാം. ഫസ്റ്റ് മാപ്പിൽ തന്നെയാണ് ഈ സംഭവം വരുന്നത്. നല്ല ആംബിയൻസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, കുറേ യാച്ച് പോലെ കുറേ സംഭവങ്ങളില്ല. നല്ല രസമുണ്ട്. നമുക്കെന്തായാലും കത്തിച്ചിടാം. ഈ ലിമിറ്റഡ് ബസ് പൊളിയാ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമുക്കപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഈ സർക്കിള് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ അടുത്ത് നിന്ന് സ്ലോ ആക്കണം ഗൈസ്. അത് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയായിരിക്കും. അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകാം. അവിടെ എവിടെയെങ്കിലും യൂട്ടേൺ ഉണ്ടോ? യൂട്ടേൺ കാണുന്നവരെ ഓടിച്ചു പോവുക. ഇൻഡിക്കേറ്റർ ഇടണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ ഇട്ടുന്നല്ലോ. ഈ സ്ഥലത്ത് നിന്ന് നേരെ അങ്ങോട്ടേക്ക് കയറ്റുക. നിങ്ങൾ നൈറ്റ് വരാൻ നോക്കുക. ഞാനൊരു രാവിലെ ആയിപ്പോയി വന്നത്, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. രാത്രി മാക്സിമം വരാൻ ട്രൈ ചെയ്യുക. ഫുൾ LED ലൈറ്റൊക്കെ ആയിട്ട് ഫുൾ നല്ല രസമായിരിക്കും. ഇവിടുന്ന് കുറച്ച് പോകാണ്ട്, കുറച്ച് രണ്ട് വളവേ ഉള്ളൂ. ഈ തറയിൽ ഒരു ഓട്ടോ മത്സരത്തിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലേ ഗൈസ്, കണ്ടോ? ഒരു വെള്ള വരെ ഇങ്ങനെ പോകുമ്പോൾ അതുപോലെ ഉണ്ടല്ലേ. അത്യാവശ്യം ഉയരത്തിലാണുള്ളത്. താഴെ വീണാൽ ബസ്സൊന്ന് മറിഞ്ഞാൽ പെട്ടു. ഇതാണ് ട്രോഫിയിൽ വെച്ചിട്ടുള്ള വീഡിയോ ഗ്രാഫിക്സൊക്കെ. ഈ ലിമിറ്റഡ് ബസ്സിൻ്റെ സ്റ്റിയറിംഗ് വന്ന് കുറച്ച് സ്പീഡ് പോയി നമ്മൾ വളവിൽ നിന്ന് വളച്ചാൽ നേരെ പോകുന്നൊരു ഫീലാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു സംഭവമുണ്ട്. സ്വിമ്മിംഗ് പൂളൊന്നും പറയാൻ കഴിയില്ല, ഒരു ചെറിയൊരു എന്തോ ഒരു സംഭവം. നമുക്കിവിടെ നിന്ന് അങ്ങോട്ടേക്ക് മഴ പെയ്തു ഗൈസ്. വൈബ് അതോ തട്ടി. അയ്യോ, ഞങ്ങൾ വീഡിയോ ക്യാമറ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട്, കണ്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.